കാരണം അത് കോവിഡ് വന്ന് തുറന്ന സമയമാണ്. കുറുപ്പ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് പകുതി സീറ്റ് തുറന്നു വെച്ച് ആ സമയത്ത് മാത്രമാണ് പലത് പറഞ്ഞത്. പാച്ചു ഇങ്ങനെ ഗോവയും ബോംബെയും ട്രെയിനും വലിയ സിനിമയാണ്, അത് വയ്യാതെ ചെറിയ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത് ഒരു ചെറിയ സിനിമ ചെയ്യണം. എനിക്ക് എപ്പോഴും വലിയ സിനിമ ചെയ്യുന്നത് സ്കെയിലപ്പ് ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് ആ സമയത്താണ് അമ്മ എന്നോട് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ എനിക്ക് പ്രസാദ് തന്ന പയ്യൻ എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. അവൻ കോളേജിൽ ജൂനിയർ ആയിരുന്നു, അവൻ SF ആയിരുന്നു. തീപ്പൊരി അവൻ കൊടുത്ത ഒരു ₹1 കോയിൻ കണ്ടക്ടർ വലിച്ചത് ബസ്. അന്ന് അവൻ ഷൗട്ട് ചെയ്ത് തോന്നുന്നു കണ്ടക്ടർ. തീപ്പൊരി ആയിട്ടുള്ള ഏത്തിസ്റ്റും കമ്മ്യൂണിസ്റ്റുമാണ്. ആഫ്റ്റർ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം അവരാണ് എനിക്ക് താഴെ വെച്ചിട്ട് പ്രസാദ് പറയുന്നത് നീയാണ് അപ്പോൾ അതാണ് ഒരു ഏത്തിസ്റ്റ് നമ്പൂതിരി ഗതികേട് കൊണ്ട് പൂജാരി മലയാളത്തിൽ എന്നാണ് ഫസ്റ്റ് ഡോക്ടർ. പിന്നെ നീല വിളിച്ചെന്നുള്ള കഥ ഇഷ്ടമാണ്. അതാണ് ഇപ്പം ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ഒറിജിൻ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫ്രഞ്ച് നോവലുണ്ട്. അതൊക്കെ ശരിക്കും ഒരു ക്യൂട്ട് ഗോസ്റ്റ് മീൻസ് എ സ്ട്രഗ്ലിംഗ് ഹീറോ എന്നുള്ളൊരു കോമൺ പാറ്റേൺ ഉണ്ട്. അത് പല പല സിനിമകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ആക്ഷൻ പടം എന്നൊക്കെ പറയുന്നത് ഒരു ജോണാണ്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആലോചിച്ചിരുന്നു. അപ്പോൾ പ്രേതം വേണം, പ്രേതം വന്നാൽ കൊള്ളാൻ തോന്നി. ആ പ്രേതം നമ്മളെ പോലെ ആയതുകൊണ്ടാണ് എനിക്ക് വേറെ, ഞാൻ പ്രേതമാണെങ്കിൽ എനിക്ക് വേറെ പ്രേതത്തിന് പേടിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നമ്മളെ ആണ് റെഫറൻസ് മോഡൽ. അപ്പൊ ഒരു അച്ഛനെ പേടിയാണ്. രാത്രി ഒറ്റയ്ക്ക് ഗേറ്റ് നടക്കാൻ പോകില്ല പേടിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയതപ്പോൾ ഒരു ഏത്തിസ്റ്റ് നമ്പൂതിരി മീൻസ് എ ഗോസ്റ്റ്. അതിനൊരു അച്ചായത്തി ജെൻസി ഗോസ്റ്റ് ആക്കാം. ഒരു ഇല്ലത്തിനകത്ത് ഒരു ക്രിസ്ത്യാനി ജെൻസി ഗോസ്റ്റ് വിത്ത് നമ്പൂതിരി. അപ്പൊ വീണ്ടും പുലിന്. പിന്നെ വളരെ പെട്ടെന്ന് കിട്ടിയതാണ് ക്ലൈമാക്സ് ആക്ച്വലി എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മകളുടെ ഡെത്താണ്. ആ കുട്ടിയുടെ എക്സാക്ട് ഡെത്താണ് നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽ സീൻ. അതെനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അത് വന്നത് പിന്നെ സർവമായ ഉണ്ടായി. പിന്നെ എനിക്ക് സംശയമില്ല ഈ സിനിമ ചെയ്യണം എന്നുള്ള ചിന്ത വരാൻ. അങ്ങനെയാണ് ഞാൻ നിവിനെ വിളിച്ച് ഓർമ്മയുണ്ട്. നിവിനെ ഞാൻ കോവിഡ് സമയത്ത് വിളിച്ച് ഓർമ്മയുണ്ട്. ഒരു ത്രെഡ് ഉണ്ട്. അപ്പോൾ 2021 മറ്റോ ആണ്. പിന്നെ നമ്മളത് വിട്ടു. പിന്നെ പാച്ച് റിലീസ് കഴിഞ്ഞിട്ട് അൽത്താഫ് പറയാണ് നിവിനെ ഈ അടുത്ത് കണ്ടു. ഇത് 2023 അപ്പൊ നിവിൻ പറഞ്ഞു ബാക്കിയൊരു കഥ പറഞ്ഞിട്ട് പണ്ട് രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഇവരെ വിളിക്കുകയാണ് നമുക്കത് ചെയ്താലോ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. എനിക്ക് ശരിക്കും എന്ത് റോള് തരാനായിരുന്നു എന്നെ വിളിച്ചാട്ടോ. അതിലുള്ള ഒരു പല പല പൂജകളിൽ ഒരു നമ്പൂരി ആ ഭാഷയും ആ ഐശ്വര്യവും. സത്യം പറഞ്ഞാലേ നിങ്ങൾ രണ്ടുപേരും പിൻപ്രദേശമാണ് ഒരേ മേഖല. അപ്പോൾ 1-2 എന്നാണ് ഗോൾ അടിച്ച് നിൽക്കുന്നത്. ഈ 1-2 ഗോൾ അടിച്ച് നിൽക്കുമ്പോൾ ഇത് റൈറ്റിങ്ങിൽ അനൂപിന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രഷർ തരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ ഷെയ്ഡ് പോലെ തന്നെയാണ് എനിക്ക് കമ്പാരിസൺ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതിപ്പോ അനൂപായാലും ഞാനായാലും ഇതൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് ബാധിക്കുന്നില്ല. ടേസ്റ്റ് അനുസരിച്ച് സിനിമ ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. അനൂപനാണെങ്കിൽ ഞാനൊരു അംഗനവാടി മുതൽ വിപ്രോ വരെ ഒരുമിച്ചായിരുന്നു. ആലോചിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ പോലെ ഒരാൾ 22 വർഷം ജീവിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ പേര് ഇപ്പൊ സുനിത എന്നാണെങ്കിൽ ഒരു സുമതി വേറെ, സുമതി അതുപോലെ അഖിൽ അനൂപ് എന്നാണ് നമ്മളെ വിളിക്കുന്നത് വർഷങ്ങളോളം. അപ്പൊ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള സാധനത്തിന് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പിരിയുന്നത്. ആ പിരിഞ്ഞതിനെ കൂട്ടി തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു ഫ്രീഡം ഉണ്ട്. അതുവരെ നമുക്ക് പ്രണയം ഉണ്ടായിട്ടില്ല 22 വരെ. കാരണം നമുക്ക് ഇഷ്ടമുള്ള കുട്ടിക്ക് അവന് ഇഷ്ടമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അനാവശ്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹാപ്പി പ്രൗഡ് വെച്ചിട്ട് പറയും. അപ്പോൾ ആ ഫ്രീഡം കൊണ്ടാണ് അനൂപ് ഇപ്പോഴും അനൂപിന് ശരിക്കും പാറ്റേൺ വേറെയാണ്. അനൂപ് ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ശീലമാണ് ഫിലിം മേക്കിങ്ങിൽ. പ്രോപ്പർ പേപ്പറിൽ എഴുതാൻ മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അനൂപ് പറഞ്ഞ് സിനിമ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ വരണാസുകൊണ്ട് കണ്ടപ്പോൾ പറയാം അതിന് ഒരു സക്രന്തിക്കാട് സ്വഭാവം കാര്യമായിട്ടില്ല. ഒരു വേറൊരു കുറെ എലമെന്റ് ഉണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ഒരു ടെക്സ്ചർ ഉണ്ട്. എനിക്കാണെങ്കിൽ അച്ഛൻ്റെ സ്വാധീനമുണ്ട്. ഞാൻ ചെയ്യുന്നത് ഞാനത് എൻ്റെതായൊരു ചെറിയൊരു ടെസ്റ്റ് എന്നൊക്കെ നോക്കും. അത്രയും ഞാൻ ചെയ്യുന്നത്. അപ്പൊ അനൂപിന്റെ ശരിക്കും സിനിമകൾ എനിക്ക് ഉറപ്പാണ് ഞാനും അച്ഛൻ ചെയ്യുന്നതിനേക്കാൾ ഒരു പൊടി വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ആസ് എ പ്രേക്ഷകൻ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ ഒരു രസമുള്ള സിനിമ വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി സിനിമ
മനസ്സിലുണ്ടാവും. അടിപൊട്ടി. അപ്പോ അത് ട്വിൻസ് അത് ഞാനിപ്പോ ഈ ഒരേപോലെ വേഷത്തിൽ കാണുന്ന ട്വിൻസിനെ കണ്ടാൽ ഞാൻ പറയുന്നത് ഏത് ചെയ്യലെന്ന് പറയും. ചില അച്ഛനമ്മമാര് മക്കളെ ഒരേ ഡ്രസ്സിട്ട് വളർത്തി ഒരുപോലെ. എനിക്കും അനൂപിനും ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കൊരു അകത്തുള്ള ഇൻഡിവിജ്വാലിറ്റി ക്രൈസിസ് ഭയങ്കരമാണ്. ആരാണ് ബെറ്റർ എന്ന ചോദ്യം വരും ഒരു പരിധിക്കപ്പുറത്തേക്ക്. ഇപ്പൊ നമ്മളത് ഡീൽ ചെയ്യും. പക്ഷെ അത് കുറെ ഞങ്ങൾ അടി കൂടിയിട്ടൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ക്രിയേറ്റീവായിട്ട് ഉറപ്പായിട്ടും അടി ഉറപ്പാണ്. അതുകൊണ്ട് വിളിച്ച് ആരെങ്കിലും നല്ലത്. പിന്നെ വേറെ ഈ പിന്നെ അച്ഛൻ്റെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ സത്യം, ധർമ്മം, നീതി ഇങ്ങനെയാണ് നിങ്ങൾ വളർത്തത്. ഇടയ്ക്കൊക്കെ ഒന്ന് വഴിവിട്ട് ജീവിക്കാൻ തോന്നാറുണ്ടോ? ചെറുതായിട്ട് അച്ഛനെ എനിക്ക് ഒരു പേടിയാണ്. നിങ്ങളുടെ സ്ഥിതി അത് നമുക്ക് പുറത്തെവിടെ പോയാലും ഞാൻ അച്ഛനെ കൂടിയതുകൊണ്ട് ഞാൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. കള്ളത്തരം ഫുൾ അകത്തുണ്ടെങ്കിലും ഇമേജ് കോൺഷ്യസ് ആയിട്ട് മാന്യമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അനൂപ് പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അനൂപിന് പോടാത്തില്ല എന്നുള്ളതാണ്, അതൊന്നും വലിയ ഇഷ്യൂ തന്നെ. അപ്പൊ അനൂപ് കുറച്ചുകൂടി ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് എല്ലാ രീതിയിലും. ഒരു മീൻസ് ഒരു ആസ് എ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് മടിയാണ് കൂടുതലും. ഞാൻ ഒരു ഇൻഡോർ ട്വിന്നും അനൂപ് ഒരു ഔട്ട്ഡോർ ട്വിന്നുമാണ് കൂടുതലും. അപ്പോൾ അനൂപ് ഇപ്പോൾ യാത്രകളൊക്കെ ചെയ്യാൻ ശ്രീനാഥ്പുരാണ്. അപ്പോൾ എനിക്ക് പക്ഷേ വീട്ടിൽ നിന്ന് ഞാനൊരു ഫ്രണ്ടായിട്ട് ഗോവയിൽ പോയിട്ടുണ്ട്. വിപ്രോ സമയത്ത് ഒരു സുഹൃത്തായിട്ട് ഗോവയിൽ പോയി. ഗോവയിൽ ഭയങ്കര രസമുള്ള ബീച്ചിനകത്താണ് ഹോട്ടൽ. ഞാൻ ഫുൾ ഡേ ബെഡിൽ കിടന്ന് ഉറങ്ങി. നമുക്ക് ഇങ്ങനെ ബെഡിൽ കിടന്ന് ഉറങ്ങാൻ പിന്നെ കാണാമല്ലോ, ആ മടിയാണ് നമ്മളുടെ വീക്ക്നെസ്. പക്ഷെ അനൂപിന് അങ്ങനെയല്ല. അനൂപ് കുറച്ചുകൂടി ചോദ്യം ഈ പറഞ്ഞ പോലെ ആഗ്രഹമുണ്ട് ചിലപ്പോൾ. പക്ഷെ